നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ജോലി വാഗ്ദാനം ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സ്ത്രീക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ 59കാരൻ അറസ്റ്റിൽ. തൃത്തല്ലൂർ സ്വദേശി ഇയാനി കോറോത്തു വീട്ടിൽ സന്തോഷിനെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി PC ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുണ്ടുകാടുള്ള പ്രതിയുടെ ബന്ധുവീട്ടിൽ നിന്നും പിടികൂടിയത്. പരാതിക്കാരിയായ സ്ത്രീക്ക് ജോലി ശരിയാക്കിയിട്ടുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത് വീട്ടിൽ മറ്റാരുമില്ലാത്ത നേരത്ത് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി. സന്തോഷ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പൊതുമുതൽ നശിപ്പിച്ച കേസിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിലുമടക്കം 3 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ NB ഷൈജു, സബ് ഇൻസ്പെക്ടർമാരായ വിനീത്, സുബിൻ, ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളായ GSI CR പ്രദീപ്, ASI ലിജു ഇയാനി, സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു, സുർജിത്, സാഗർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഗായകനും ഗാനരചയിതാവുമായ ശോഭു ആലത്തൂർ തയ്യാറാക്കിയ വികസന ചെങ്കൊടിയുടെ ഓഡിയോ പ്രകാശനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു നിർവഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA, കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗം EK അനൂപ് എന്നിവർ പങ്കെടുത്തു. വികസന ചെങ്കൊടി വീണ്ടും ഉയർത്താം, പുതിയൊരു ദിനമുണരാം. ഇനി കേരള മണ്ണിലെ നെഞ്ചിലിരിക്കും കൊടിയുടെ കഥ എഴുതാം. ഇനി വിളയണം 100 മേനി, അതിനായി നമ്മൾ അണിചേരാം. ഈ വീരത ചുമതിൽ കീഴേ വീണ്ടും ലാൽ സലാം പാടാം. ഈ കേരളത്തിലെ സംസ്ഥാനപാത ചൂണ്ടൽ പാലത്തിന് സമീപം സ്കൂൾ ബസും കാറും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. LIGHS കോൺവെന്റ് സ്കൂളിലെ 3 വിദ്യാർത്ഥികൾക്കും കാർ യാത്രികരായ 2 പേർക്കുമാണ് പരിക്കേറ്റത്. അളഗപ്പനഗർ പഞ്ചായത്ത് വാർഡ് 1 ആമ്പല്ലൂരിനെ കഴിഞ്ഞ 25 വർഷം തുടർച്ചയായി പ്രതിനിധീകരിച്ചത് K രാജേശ്വരിയാണ്. 2024-25 ഉൾപ്പെടെ 3 തവണ പ്രസിഡന്റ് പദവിയിലും എത്തി. 1/4 നൂറ്റാണ്ടിനിപ്പുറം K രാജേശ്വരി ഇത്തവണ ജനവിധി തേടുന്നത് വാർഡ് 2-ലാണ്. 2000-ലാണ് K രാജേശ്വരി ആദ്യമായി 1-ാം വാർഡിൽ മത്സരത്തിനിറങ്ങുന്നത്. പിന്നീട് ഇങ്ങോട്ട് നടന്ന മുഴുവൻ തിരഞ്ഞെടുപ്പുകളിലും 1-ാം വാർഡിലുള്ളവർ മാറി ചിന്തിച്ചിട്ടില്ല. 25 വർഷം തുടർച്ചയായി വാർഡിനെ പ്രതിനിധീകരിച്ചു. വനിതാ സംവരണമായാലും ജനറൽ സീറ്റായാലും 1-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ മറ്റൊരു പേരും UDFന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. 1-ാം വാർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ വീട് പോലെ തന്നെയാണ്. ഞാൻ 25 വർഷം പിന്നിടെന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രവർത്തിച്ചതും നിന്നതും താമസിച്ചതും എല്ലാം 1-ാം വാർഡിലെ ജനങ്ങളുടെ കൂടെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ 2-ാം വാർഡിലേക്ക് മാറി വരുന്നുണ്ടെങ്കിലും 2-ാം വാർഡും ശരിക്കും എൻ്റെ ജന്മഗൃഹം പോലെ തന്നെയാണ്. കാരണം ഞാൻ താമസിക്കുന്നത് 2-ാം വാർഡിലാണ്. 1-ാം വാർഡിലത്തെ പോലെ തന്നെയുള്ള ആ ഒരു പ്രവർത്തനം 1-ാം വാർഡിലെ ജനങ്ങളെ ഞാൻ എങ്ങനെ കണ്ടിരുന്നു, അതുപോലുള്ള സ്നേഹവും കരുണയും ഞാൻ ഈ 2-ാം വാർഡിലെ ആളുകൾക്കും കൊടുക്കാൻ എനിക്ക് സാധിക്കും നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ ഒരു ജനപ്രതിയായി 25 വർഷം പൂർത്തിയാകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അറിയാം, ഒരു വാർഡിൽ തന്നെ ഒതുങ്ങിയത് എന്തുകൊണ്ടാണ്? നമുക്കൊരു ബ്ലോക്കിലേക്കോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ നിയമസഭയിലേക്കോ ഒക്കെ മത്സരിക്കാവുന്ന ഒരു അനുഭവ സമ്പത്ത് നമുക്ക് കൈമുതലായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനേക്കാൾ ഒരു വലിയ ഒരു തലത്തിലേക്ക് മത്സരിക്കാഞ്ഞത്? എനിക്ക് പഞ്ചായത്ത് വിട്ടു പോകാൻ എനിക്കിഷ്ടമില്ല. കാരണം എനിക്ക് ബ്ലോക്കോ ജില്ലയൊക്കെ മത്സരിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി ജനങ്ങളായിട്ട് എപ്പോഴും ബന്ധം വരിക ഒരു പഞ്ചായത്ത് മെമ്പർക്ക് മാത്രമാണ്. ജില്ലയിലെ മെമ്പർക്കോ ബ്ലോക്കിലെ മെമ്പർക്കോ ഒന്നും സാധാരണ ജനങ്ങളായിട്ടുള്ള ഒരു ബന്ധങ്ങളും വരുന്നില്ല. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ കൂടെ ജീവിച്ച ജനങ്ങൾ അതിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ പഞ്ചായത്തിൽ തന്നെ മത്സരിക്കാനുണ്ടായ കാരണം. പിന്നെ 1-ാം വാർഡിൽ നിന്ന് മാറി മത്സരിക്കാന്ന് പറഞ്ഞാൽ 1-ാം വാർഡ് എനിക്ക് ജനറലായാലും വനിതയായാലും എനിക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ളൊരു അവസരം എൻ്റെ പാർട്ടി എനിക്ക് തന്നിരുന്നു. ഇത്തവണ സംവരണ വാർഡ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് മാറി മത്സരിക്കേണ്ടി വന്നത്. ഇത്തവണ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി വീണ്ടും കാണാൻ സാധിക്കുമോ? എങ്ങനെയാണ് അത്തരത്തിൽ ഒരു പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ടാണോ മത്സരിക്കുന്നത്? എന്തായാലും പഞ്ചായത്ത് ഇവിടെ ഭരണം തുടരും എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പ് തന്നെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള കാര്യമൊക്കെ ഇനി പാർട്ടി തലത്തിലല്ലേ തീരുമാനിക്കുക. അത് ഞാൻ പറയേണ്ടതല്ലല്ലോ. എന്തായാലും
ഇത്തവണ പക്ഷേ വാർഡ് പട്ടികജാതി സംവരണ സീറ്റായി മാറി. എന്നാൽ പൊതുപ്രവർത്തന രംഗത്ത് കെ രാജേശ്വരിയെ മാറ്റി നിർത്താൻ അളഗപ്പനഗർ പഞ്ചായത്ത് ഒരുക്കമല്ല. വാർഡ് 2 വെണ്ടൂർ വെസ്റ്റിൽ സ്ഥാനാർത്ഥിയാണ് കെ രാജേശ്വരി. എതിർ സ്ഥാനാർത്ഥികളായി മത്സര രംഗത്തുള്ളത് LDFിന് വേണ്ടി പ്രസീത സജീവും BJPക്കായി അശ്വതി ജ്യോതിഷുമാണ്. പരിചയസമ്പത്തുള്ള പ്രസിഡന്റിനെതിരെ മത്സരിക്കുന്നതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഇരുവർക്കും ബഹുമാനം മാത്രം. പക്ഷേ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം കൂടി ചർച്ചയാകുമെന്നും ഇരുവരും പറയുന്നു. നല്ല ഇതിലാണ്. കാരണം ഇപ്പോൾ 25 വർഷമായി എന്ന് പറഞ്ഞാലും നമ്മുടെ ഈ വാർഡിന് അത്ര വികസനങ്ങളൊന്നുമില്ല. ഇപ്പോൾ വന്ന റോഡ് കണ്ടാൽ അറിയാം. പിന്നെ ഇപ്പോൾ വെള്ളം കയറുന്ന ഏരിയയാണ്. അപ്പോൾ കനാല് അങ്ങനെ ഇതാക്കലും നമ്മുടെ ഇവിടെ ഇതുണ്ട് പാടം, അത് ഈ ചണ്ടി പിടിച്ചും അങ്ങനെയൊക്കെ കിടക്കുന്നത് വൃത്തിയാക്കല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അതിനൊരു മാറ്റം എന്ന നിലയ്ക്ക് ആൾക്കാർ ഇപ്പോൾ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു ഇതിന് വലിയ പോരാളിക്ക് നേരെ തന്നെ ആദ്യമായിട്ട് ചുവടുവെപ്പ് എന്ന് നോക്കി നിൽക്കുന്നത്. കുറേ പേര് പറയുന്നുണ്ട്, കുറേ വർഷങ്ങളായി, ഇപ്പോൾ 10-25 കൊല്ലമായാലും അവർക്ക് വേണ്ട തരത്തിലുള്ള വികസനം കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി തന്നെയാണ് അവർ പറയണത് കൂടുതലായിട്ടും. അപ്പോൾ ഒരു മാറ്റം വേണം എന്ന് തന്നെയാണ് എല്ലാവരും അഭിപ്രായം. എതിർ സ്ഥാനാർത്ഥിയെ ഞാൻ കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പോൾ ഞാൻ മാക്സിമം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സാമൂഹിക സേവനം എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതൊരു അവസരമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ജനങ്ങൾ ഇടതുപക്ഷത്തെ പെൻഷനൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് അതൊരു വലിയ ആശ്വാസമായിട്ടാണ് കാണുന്നത്. എന്നിരുന്നാലും കുറച്ച് എന്താ പറയുക, കൂടുതൽ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ഞങ്ങൾക്ക് ഇപ്പോൾ മാത്രം വന്നാൽ പോരാ, എന്നും കാണണം എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണം ഉള്ളത്. അളഗപ്പനഗർ പഞ്ചായത്തിൽ ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമാണ്. പ്രസിഡന്റ് പദവിയിൽ 4ാം ഊഴത്തിൽ കെ രാജേശ്വരി എത്തുമോ? ജനവിധിക്കായി കാത്തിരിക്കുകയാണ് കെ രാജേശ്വരി. 25 വർഷം ഒരേ വാർഡിനെ തന്നെ പ്രതിനിധീകരിച്ച് ജനപ്രതിനിധിയാകുക എന്ന അപൂർവ നേട്ടത്തിന് ഉടമയാവുകയാണ് കെ രാജേശ്വരി. 3 തവണ അളഗപ്പനഗർ പഞ്ചായത്തിന്റെ ഭരണ സാരഥ്യത്തിൽ ഇരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. 4ാം ഊഴത്തിൽ രാജേശ്വരി ഉണ്ടാകുമോ എന്നത് പാർട്ടിയാണ് തീരുമാനിക്കുക. ഏതായാലും വാർഡ് മാറി വെണ്ടൂർ വെസ്റ്റിലേക്ക് എത്തുമ്പോൾ അവിടെയും തികഞ്ഞ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് രാജേശ്വരി. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,950 രൂപയും പവന് 95,600 രൂപയും രേഖപ്പെടുത്തി. വരാക്കര വടാന്തോൾ തേറാട്ടിൽ പല്ലിശ്ശേരി ജോസ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 വരാക്കര സെയിന്റ് ആന്റണീസ് പള്ളിയിൽ. ഓമനയാണ് ഭാര്യ. സ്മിത, സ്മിജോ എന്നിവർ മക്കളും സുരേഷ്, ബൈജു എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.